നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ക്ഷമിക്കുക എന്നുള്ളത് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടിയും കുറച്ചും ഗുണിച്ചും തീരുമാനിക്കുന്ന സംഖ്യയല്ല. ഒരുവനെ ദൈവത്തിൻ്റെ വലുപ്പത്തിൽ വളരുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ക്ഷമയെന്ന് പറയുന്നത്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എത്ര ഹൃദയപൂർവ്വം ക്ഷമിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ക്ഷമകേടിൻ്റെ വേരുകൾ കുറച്ചെങ്കിലും അവശേഷിക്കും. അത് അവസരത്തിനൊത്ത് വളർന്നു വരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിച്ച പലരെയും നമ്മുടെ സഭാചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റാണിമരിയെ കൊലപ്പെടുത്തിയ ആ ഘാതകനോട് വീട്ടുകാർക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞു, അവനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. അതവൻ്റെ മാനസാന്തരത്തിന് തന്നെ കാരണമായി. മരിയ ഗൊരേത്തിയെ കൊല ചെയ്ത അലക്സാണ്ടറിനോട് മരിയ ഗൊരേത്തിയുടെ അമ്മയ്ക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞു. ആ അമ്മ അസ്യുന്ത, അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മരിയ ഗൊരേത്തിക്ക് അവനോട് ക്ഷമിക്കാമെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ക്ഷമിക്കാതിരിക്കുന്നത്. അതുപോലെ പലരെയും പ്രിയപ്പെട്ടവരെ നമുക്ക് ഗ്രഹാം സ്റ്റെയിനെ വധിച്ച, വളരെ ക്രൂരമായിട്ട് കൊല ചെയ്ത ആ ഘാതകരോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലാഡി സ്റ്റെയിന് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. ക്ഷമയുടെ ഒരു വേര് പോലും ഹൃദയത്തിൽ അവശേഷിപ്പിക്കാതെ പൂർണ്ണമായിട്ട് ഇവരൊക്കെ ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകമില്ലാതെ നമുക്കൊരിക്കലും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ക്ഷമയെന്ന ആ ഒരു പുണ്യം അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് യേശു താൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലും ക്ഷമയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യേശു തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി എങ്ങനെ ക്ഷമിക്കണമെന്ന്. മാത്രമല്ല, പ്രബോധനങ്ങളിലൂടെ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുമുണ്ട്. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പരിശുദ്ധനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല, അതുപോലെ തന്നെ ചെയ്യുമെന്ന് കർത്താവ് തൻ്റെ പ്രബോധനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ വിദ്വേഷത്തിൻ്റെ, പകയുടെ, വെറുപ്പിൻ്റെ യാതൊരുവിധ വേരും അവശേഷിക്കാത്ത രീതിയിൽ നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കർത്താവിൻ്റെ കൃപ യാചിക്കാം. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവ്യബലിക്കൊരുക്കമായിട്ട് ഇനിയും ഏതെങ്കിലും വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അവരെ കർത്താവിൻ്റെ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.